റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രായേലിൻ്റെ മിഡിൽ ഈസ്റ്റ് യുദ്ധവും എല്ലാം ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രൊജക്ട് ആകാശ് തീർ ഉപയോഗിച്ച് ഇന്ത്യ നിശബ്ദമായിട്ട് സ്വന്തമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം നടപ്പിലാക്കി. മിസൈലുകൾക്കും വിമാനങ്ങൾക്കും പുറമെ ധാരാളമായിട്ട് ഡ്രോണുകളും ഇന്ന് ആകാശയുദ്ധത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന വ്യോമ ഭീഷണികളുടെ സങ്കീർണമായ ഭീഷണിക്കെതിരെ വളരെ ശക്തവും ചടുലവുമായ ഒരു പ്രതിരോധ ശൃംഖല തന്നെ നമുക്ക് സൃഷ്ടിച്ചു തരാൻ ആകാശ് തീറിന് സാധിക്കും. അടുത്തിടെ നമ്മുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഒരു ഇവാലുവേഷൻ എക്സസൈസിൽ ഒരു യുദ്ധ സാഹചര്യം സിമുലേറ്റ് ചെയ്ത് ആകാശ് തീറിൻ്റെ കഴിവുകൾ വിജയകരമായിട്ട് നമ്മൾ പരീക്ഷിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിലെ വ്യോമാക്രമണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള റിയാക്ഷനും ആവശ്യമാണ്. അത് പ്രൊവൈഡ് ചെയ്യാനാണ് ആകാശ് തീറിന് സാധിക്കുക. ഇതൊരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് വ്യോമ പ്രതിരോധ സമീപനമാണ്. അപ്പോൾ മുൻപുണ്ടായിരുന്ന സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമി എയർ ഡിഫൻസിന് അവരുടെ സംവിധാനങ്ങളും ഇന്ത്യൻ എയർഫോഴ്സിന് അവരുടെ സംവിധാനങ്ങളും, ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഇപ്പോൾ ആർമി എയർ ഡിഫൻസിൻ്റെയും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും ഇന്ത്യയിൽ ഉടനീളമുള്ള ലാൻഡ് ബേസ്ഡ് സെൻസറുകളിൽ നിന്നുള്ള ഡേറ്റ ഈ സിസ്റ്റം സംയോജിപ്പിക്കും. അങ്ങനെ ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ച് ഇൻഡിവിജ്വൽ യൂണിറ്റുകൾക്ക് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ഏകീകൃതവും എന്നാൽ തത്സമയമായിട്ടുള്ള ഒരു ഏരിയൽ പിക്ചറാണ് ഇത് ഉണ്ടാക്കി നൽകുന്നത്. അപ്പോൾ നമ്മുടെ ആകാശപരിധിക്കുള്ളിൽ എന്ത് നടന്നാലും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റംസിന് ഇത് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ഉടനടി കൃത്യമായിട്ട് ആകാശ ഭീഷണികളെ നേരിടാൻ ഇത് നമ്മുടെ സൈന്യത്തെ പ്രാപ്തമാക്കും. എന്ന് മാത്രമല്ല, ഈ ആകാശ് തീറിൻ്റെ ഓട്ടോമേറ്റഡ് സിസ്റ്റം മാനുവൽ ഡാറ്റ എൻട്രിയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതികരണത്തിൻ്റെ വേഗതയും ഒരുപാട് വർദ്ധിക്കാൻ ഇത് സഹായിക്കും. നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനം അതിന് 1 മിനിറ്റിൽ 18 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയും. പക്ഷേ ആകാശ് തീറിൻ്റെ ഓട്ടോമേഷൻ ഉള്ളതുകൊണ്ട് മാനുവലി പ്രതികരിക്കാൻ എടുക്കുന്ന സമയനഷ്ടം ഇത് ഒഴിവാക്കി തരും. ഇത് ഓട്ടോമേറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ യൂണിറ്റ് തലത്തിൽ തന്നെ ശത്രു വിമാനങ്ങളെ നേരിടാനുള്ള സൗകര്യവും അധികാരവും ഒക്കെ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് അവരെ അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മുടെ ബാലാകോട്ട് ആക്രമണത്തിന് ശേഷം ഉണ്ടായ സംഭവങ്ങളിൽ നമ്മുടെ ഒരു മിസൈൽ നമ്മുടെ തന്നെ ഒരു ഹെലികോപ്റ്ററിനെ വെടിവെച്ചിടുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇതുപോലെയുള്ള ഫ്രണ്ട്ലി ഫയർ ഒഴിവാക്കാനായിട്ട് ഈ സംവിധാനം നമ്മുടെ യൂണിറ്റുകളെ സഹായിക്കും. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിലെ കീ കോമ്പണൻസ് ആണ്. ഒന്നാമതായിട്ട് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 3D ടാക്റ്റിക്കൽ റഡാർസ് ആണ്. ഇതിന് എയർബോൺ ടാർഗറ്റുകൾക്കെതിരെ ഒരു ഹൈ റെസൊല്യൂഷൻ 3 ഡയമെൻഷണൽ ട്രാക്കിംഗ് ചെയ്യാനായിട്ട് സാധ്യമാണ്. പിന്നെ ഇതിൻ്റെ കേപ്പബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇത് എസ് ബാൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന് മൾട്ടിപ്പിൾ ടാർഗറ്റ്സിനെ ഒരേ സമയത്ത് ട്രാക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. 90 കിലോമീറ്റർ ദൂരെ വരെയുള്ള ടാർഗറ്റ്സിനെ ട്രാക്ക് ചെയ്യാനും ഇതിന് സാധിക്കും. ഇതിൽ വേണ്ടത്ര ഡിജിറ്റൽ റിസീവേഴ്സും പ്രോഗ്രാമബിൾ സിഗ്നൽ പ്രോസസ്സേഴ്സും ഒക്കെ ഉപയോഗിച്ചതുകൊണ്ട് ഇതിന് വളരെയധികം കൃത്യതയും അതുപോലെ തന്നെ വളരെ നല്ല റെസ്പോൺസും ഇൻഫർമേഷൻ അവൈലബിലിറ്റിയും എല്ലാം ഉറപ്പാക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഒരു ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ ഫീച്ചറും ഇതിനുണ്ട്. ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ ഫീച്ചർ എന്ന് പറയുമ്പോൾ അതിൽ 3 തരം സിസ്റ്റംസ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത് സൈഡ് ലോബ് ബ്ലാങ്കിങ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വശങ്ങളിൽ നിന്നൊക്കെ ഏതെങ്കിലും കാരണവശാൽ വരുന്ന മറ്റുള്ള സിഗ്നലുകൾ നേരിട്ട് വരുന്ന സിഗ്നലുകളെ ഇൻ്റർഫിയർ ചെയ്യും. അത് ഒഴിവാക്കാനായിട്ട് ഈ സൈഡ് ലോബ് ബ്ലാങ്കിങ് സിസ്റ്റം നമ്മളെ സഹായിക്കും. രണ്ടാമത് ഫ്രീക്വൻസി എജിലിറ്റി എന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഫ്രീക്വൻസി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശത്രുക്കളുടെ റഡാറിന് ഇതിൻ്റെ കൃത്യമായ ഫ്രീക്വൻസി കണ്ടുപിടിച്ച് ഇതിനെ ജാം ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എന്ന് മാത്രമല്ല, ഇതിനൊരു ജാമർ അനാലിസിസ് സിസ്റ്റം കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നൽ വരുന്ന സമയത്ത് ഇത് ജാമിങ് സിഗ്നൽ ആണോ അതോ ശത്രുക്കളുടെ നമുക്ക് ഉപകാരമുള്ള റഡാർ സിഗ്നൽ ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവും നമ്മുടെ ഈ സിസ്റ്റത്തിനുണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു റഡാറും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാർ എന്നാണ് പറയുക. ഇത് ലോ ലെവലിൽ പറക്കുന്ന ടാർഗറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഡ്രോണുകളും ലോ ഓൾട്ടിറ്റ്യൂഡ് വിമാനങ്ങളുമല്ല. അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ആൻഡ് മീഡിയം ഓൾട്ടിറ്റ്യൂഡിൽ പറക്കുന്ന ടാർഗറ്റുകളുടെ 2D സർവൈലൻസ് ആണ് ചെയ്യുന്നത്. ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫ്ലൈയിങ് ടാർഗറ്റ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ റഡാർ സിസ്റ്റത്തിന് പലതരം ടെറൈനിൽ നമുക്ക് ഈസി ആയിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അതൊരു മൗണ്ടൻ റീജിയൻ ആയാലും അങ്ങനെ ഏത് തരത്തിലുള്ള റീജിയൻ ആയാലും അവിടെ എല്ലാം ഇത് ഈസി ആയിട്ട് മൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ IFF എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. IFF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിമാനത്തിലൊക്കെ ഉള്ളതുപോലെ ഐഡൻറ്റിഫിക്കേഷൻ ഫ്രണ്ട് ഓർ ഫോ, ശത്രുവാണോ മിത്രമാണോ എന്ന് തിരിച്ചറിയാനുള്ള സംവിധാനം. അതുകൊണ്ട് തന്നെ ആക്സിഡൻഷ്യൽ ഫ്രണ്ട്ലി ഫയറൊക്കെ ഒഴിവാക്കി ശത്രുക്കളുടെ ടാർഗറ്റുകളെ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മളെ ഇത് സഹായിക്കും. മൂന്നാമത് ഇതിൽ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് ആകാശ് വെപ്പൺ സിസ്റ്റം.
അപ്പോൾ ഇതിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ട്രാക്കിംഗ് ആൻഡ് ടാർഗറ്റിംഗ് ഡേറ്റ എല്ലാം പ്രൊവൈഡ് ചെയ്തു ഒരു ഓവറോൾ എയർ ഡിഫൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആകാശ് വെപ്പൺ സിസ്റ്റത്തിന് മൾട്ടിപ്പിൾ ടാർഗറ്റ്സിനെ വളരെയധികം കൃത്യതയോടുകൂടി ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ട് കഴിവുണ്ട്. 25 കിലോമീറ്റർ വരെ ദൂരെ വെച്ച് തന്നെ ടാർഗറ്റ്സിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലുപയോഗിക്കുന്ന 2 തരം മിസൈൽ സിസ്റ്റമാണ്. ഒന്ന് പൃഥ്വി എയർ ഡിഫൻസ് മിസൈൽ. ഇതൊരു എക്സോ അറ്റ്മോസ്ഫെറിക് ആൻറ്റി ബാലിസ്റ്റിക് മിസൈലാണ്. എക്സോ അറ്റ്മോസ്ഫെറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിനും പുറത്തു നിന്ന് വരുന്ന ടാർഗറ്റുകളെ, ബാലിസ്റ്റിക് മിസൈലുകളെ ഇതിന് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേഞ്ച് 300 മുതൽ 2000 കിലോമീറ്റർ വരെയാണ്. 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വെച്ച് ടാർഗറ്റിനെ എൻഗേജ് ചെയ്യാനായിട്ട് ഈ സിസ്റ്റത്തിന് സാധിക്കും. രണ്ടാമത് നമുക്കുള്ളത് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈലുകളാണ്. ഇത് എൻഡോ അറ്റ്മോസ്ഫെറിക് ആൻറ്റി ബാലിസ്റ്റിക് മിസൈലാണ്. എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിന് താഴെയുള്ള ലെവലിൽ ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെ പ്രയോഗിക്കാനുള്ളതാണ്. 15 മുതൽ 30 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച്. 30 മീറ്റർ മുതൽ 30 കിലോമീറ്റർ വരെ ഉള്ള ഓൾട്ടിറ്റ്യൂഡിൽ ഇതിന് ശത്രുക്കളുടെ ടാർഗറ്റുകളെ എൻഗേജ് ചെയ്യാൻ സാധിക്കും. ലോവർ ഓൾട്ടിറ്റ്യൂഡിൽ വരുന്ന എയർക്രാഫ്റ്റ് ആയാലും ഡ്രോൺ ആയാലും ബാലിസ്റ്റിക് മിസൈൽ ആയാലും അതിനെതിരെയെല്ലാം പ്രയോഗിക്കാനുള്ളതാണ് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈലുകൾ. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. നമ്മൾ ആകെ പ്ലാൻ ചെയ്തിരിക്കുന്ന 455 ആകാശ് തീർ യൂണിറ്റുകളാണ്. അതിൽ 107 എണ്ണം ഓൾറെഡി ഡെലിവറി കഴിഞ്ഞിരിക്കുന്നു. 105 എണ്ണം മാർച്ച് 2025 ഡെലിവറി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഫുൾ ഡിപ്ലോയ്മെൻറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് 2027 അതോടെ ഇന്ത്യൻ ആകാശം അതീവ സുരക്ഷിതമായിട്ട് മാറും. ഏതായാലും നമ്മുടെ സൈന്യങ്ങൾ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ശക്തമാകട്ടെ. അതിൻ്റെ പുതിയ വിവരങ്ങളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.